നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന തിരുവചനം വളരെയധികം ആത്മാക്കളെ ആകർഷിച്ചിട്ടുള്ളതാണ്. ഈ തിരുവചനം പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികൾ. ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ പിന്നെ എന്ത് പ്രയോജനം? അപ്പോൾ ആത്മാവ് നേടുക എന്നവർ ലോകത്തെ നഷ്ടമാക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വചനത്തിൽ അപ്പസ്തോലൻ പഠിപ്പിക്കുന്നില്ലേ, അഭിമാനിക്കുന്നവൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശിൽ അഭിമാനിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിതനായിരിക്കുന്നു. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ ചോദ്യം അക്ഷരാർത്ഥത്തിൽ ജീവിതം സ്വീകരിച്ച വലിയ രക്തസാക്ഷികളെ പഠിക്കുകയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ. ചൈനയിലെ രക്തസാക്ഷികളെയാണ് നാം പഠിക്കുന്നത്. ചൈനയിലേക്ക് സുവിശേഷം എത്തിയത് ആദ്യ നൂറ്റാണ്ടുകളിൽ എത്തിയെന്ന് കരുതുന്നുണ്ട്. എന്നാൽ 13-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിന്ന് മിഷണറിമാർ ചൈനയിലേക്ക് എത്തുന്നു. ചൈനയിലെ സുവിശേഷ പ്രഘോഷണം ശക്തി പ്രാപിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. ഈശോ സഭ വൈദികരാണ് സുവിശേഷം ധീരതയോടുകൂടി പ്രസംഗിക്കുക. ഇന്ന് ചൈനയിൽ ഏകദേശം 10 കോടിയോളം വിശ്വാസ സമൂഹം കത്തോലിക്കർ ഉണ്ട് എന്നാണ് കരുതുന്നത്. ഏറ്റവും കൂടുതൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാനും സ്വീകരിക്കുന്നതിനും വളക്കൂറുള്ള മണ്ണാണ് ചൈന. എന്നാൽ ഏറ്റവും കൂടുതൽ പീഡ സഹിക്കുന്നതും ചൈനയിലെ വിശ്വാസ സമൂഹമാണ്. നമുക്കതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചൈനയിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 19-ാം നൂറ്റാണ്ട് പൂർണ്ണമായും തുടർന്ന് 20-ാം നൂറ്റാണ്ടും ഇപ്പോഴും മതസ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുകയാണ്. ആയിരക്കണക്കിന് വ്യക്തികളാണ് കൊല്ലപ്പെട്ടത്, രക്തസാക്ഷികളായി തീർന്നു വിശ്വാസത്തിന് വേണ്ടി. സുവിശേഷം പ്രഘോഷിച്ച് ധീരതയോടുകൂടി വിശ്വാസം മുറുകെ പിടിച്ച വലിയ മിഷണറിമാരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് വന്ന ധാരാളം മിഷണറിമാർ ചൈനയിൽ സുവിശേഷം പ്രസംഗിച്ചു, രക്തസാക്ഷികളായി തീർന്നു. 1800-കളിലാണ് മതമർദ്ദനം വളരെ ശക്തമായിട്ട്. ഓരോ പ്രോവിൻസിൻ്റെയും കീഴിൽ പ്രത്യേകമായിട്ടുള്ള പ്രോവിൻസിൻ്റെ ഗവർണർമാരുടെ തീഷ്ണത അനുസരിച്ച് മതമർദ്ദനത്തിൻ്റെ കാഠിന്യവും കൂടിയിരുന്നു. ചക്രവർത്തി കത്തോലിക്ക ക്രിസ്ത്യാനികളെ പൂർണ്ണമായിട്ട് നിരോധിച്ചിരുന്നു. ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാനുള്ള വിളംബരം തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി. അങ്ങനെ സഭ വളരെയധികം പീഡ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചു. ഇവിടെ ഗുഷു പ്രൊവിൻസിലെ മാവോക്കു മതമർദ്ദനവും ക്യുന്യാൻസൻ മതമർദ്ദനവും, 2 മതമർദ്ദനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു.
രക്തസാക്ഷികളായി തീർന്നു മതമർദ്ദനത്തിൽ. ഓരോ ഗ്രാമത്തിലേക്കും കടന്നു ചെന്ന് അവിടെ കണ്ട എല്ലാവരെയും വധിക്കുകയാണ് ഉണ്ടായത്. അതിൽ മാവോക്കു പ്രദേശത്ത് 1861 ജനുവരി 28 വലിയ മതമർദ്ദനമുണ്ടായത്. 1858 ജനുവരി 28 മാവോക്കോയിൽ ഗ്രാമത്തിൽ ആ പട്ടണത്തിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെല്ലാം വധിച്ചു. ധാരാളം വൈദികർ, സമർപ്പിതർ അവിടെ മതമർദ്ദനത്തിന് ഇരയായ കാലഘട്ടമാണ്. മതം പഠിപ്പിക്കുന്ന കാറ്റക്കിസ്റ്റുകൾ, മതബോധനത്തിന് സഹായിച്ചിരുന്ന അൽമായർ, ഇവരെല്ലാവരും ഇതിൽ കൊല്ലപ്പെടുകയുണ്ടായി. ക്യുങ്യാൻസൺ എന്ന നഗരത്തിൽ ഇതുപോലെ തന്നെയുള്ള മതമർദ്ദനം 1861 ജൂലൈ 29 നടന്നു. ഈ അവസരത്തിലും ധാരാളം വിശ്വാസികൾ കൂട്ടക്കൊലയ്ക്കിരയായി. ഇവിടെയൊക്കെ ആയിരക്കണക്കിന് വിശ്വാസികൾ മരിക്കുകയാണ് ഉണ്ടായത്. ഒരുതരം തീവ്രവാദ സ്വഭാവം ചെറിയ രഹസ്യ ഗ്രൂപ്പുകൾക്കുണ്ടാകുകയും ചെറിയ സൈന്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇവരെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെ വലിയ മതമർദ്ദനം അനുഭവിച്ച് രക്തസാക്ഷികളായി തീർന്ന് ധീരതയോടുകൂടി നിന്നവരിൽ കുറേ പേരെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 ഒക്ടോബർ 1 വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ചൈനയിലെ വലിയ വിശുദ്ധരായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അവരിൽ ഈ ഗുഷു പ്രൊവിൻസിൽ ഈ 2000 ഒക്ടോബർ 1 വിശുദ്ധരായവരിൽ പ്രധാനപ്പെട്ട 2 പേരാണ് വിശുദ്ധ മർത്തായും വിശുദ്ധ ലൂസിയും. വിശുദ്ധ മർത്തയും വിശുദ്ധ ലൂസിയും. ചൈനയിലെ ക്രിസ്തു സാക്ഷിയായി ജീവൻ അർപ്പിച്ച 2 രക്തസാക്ഷികളാണ് വിശുദ്ധ മർത്തയും വിശുദ്ധ ലൂസിയും. ക്രിസ്തു വിശ്വാസികളെയും മിഷണറിമാരെയും ചൈനീസ് ഭരണാധികാരികളും വിപ്ലവകാരികളും വേട്ടയാടിക്കൊണ്ടിരുന്ന കാലത്തായിരുന്നു ഈ വിശുദ്ധകൾ സ്വജീവൻ ക്രിസ്തുവിനായി സമർപ്പിച്ചത്. രാജ്യമെങ്ങും ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുകയും ഭീതിജനകമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവരെ ഒറ്റപ്പെടുത്തുകയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു. നസ്രായർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലങ്ങളായ ഗിഷുവിലും സിച്ചുവാനിലും കൂട്ടരക്തസാക്ഷിത്വങ്ങൾ അരങ്ങേറി. ഈ കാലഘട്ടത്തിൽ ഗിഷു പ്രൊവിൻസിലാണ് വിശുദ്ധ മർത്ത ജനിക്കുന്നത്. ക്രിസ്തുമതത്തിൽ ആകൃഷ്ടയായ വിശുദ്ധ തൻ്റെ ജോലി ഉപേക്ഷിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചു. സെമിനാരിയിൽ സേവനമനുഷ്ഠിക്കവേ പട്ടാളക്കാർ അവിടം വളയുകയും വൈദികരെയും മറ്റു വിശ്വാസികളെയും പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. വിശുദ്ധ മർത്തയും അവരിലുണ്ടായിരുന്നു. പടയാളികൾ ഓരോ വൈദിക വിദ്യാർത്ഥികളെയും ഊഴം വെച്ച് വധിക്കുകയും ഒടുവിൽ മർത്തയെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. 1861 ജൂലൈ 29 വിശുദ്ധയെ സ്വർഗത്തിനർഹമാക്കുന്ന രക്തസാക്ഷിത്വം കൈവരിച്ചത്. അന്നു തന്നെയാണ് കത്തോലിക്ക സഭ വിശുദ്ധ മർത്തയുടെ തിരുനാൾ ആഘോഷിക്കുന്നതും. വിശുദ്ധ മർത്ത വാങ് ഒരു സാധാരണക്കാരിയായ സ്ത്രീയായിരുന്നു. എന്നാൽ സുവിശേഷം പ്രഘോഷിക്കുന്നവൾ അവളുടേതായിട്ടുള്ള ഹോട്ടൽ വ്യവസായം അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മതാധ്യാപകന് ചോദിച്ചു, നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനമുണ്ട്? ഈ വാക്കുകൾ വിശുദ്ധ മർത്ത കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ അത് സ്പർശിച്ചു. എനിക്ക് ആത്മാവുണ്ടോ? അത് നഷ്ടമാകുമോ? അപ്പോൾ ഈശോയുടെ പാഠങ്ങൾ, ഈശോയുടെ ജീവിതം അവളെ പഠിപ്പിച്ചു. അങ്ങനെ ഈ വിശുദ്ധ മർത്ത വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അവൾ ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു, വിശ്വാസം സ്വീകരിച്ചു. എന്നാൽ പിന്നീട് വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ബിസിനസ് എല്ലാം ഉപേക്ഷിച്ചു. ഇനി എനിക്ക് എൻ്റെ വിശ്വാസം മതി. അങ്ങനെ അടുത്തുള്ള ഒരു സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഒരു ശുശ്രൂഷയായിട്ട് സ്വീകരിച്ചു. എന്തൊരു വലിയ മനസ്സാണ് എന്ന് ഓർക്കുക. വലിയൊരു ഹോട്ടൽ വ്യവസായം ഉണ്ടായിരുന്ന ആൾ, ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ആൾ
ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? അപ്പോൾ ആത്മാവ് നേടുന്നതിന് വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അവരോടൊപ്പം ചേരുകയാണ്. അതിൽ 2 സെമിനാരി വിദ്യാർത്ഥികളെ അവിടെ അറസ്റ്റ് ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും ഒളിച്ചോടി. പെട്ടെന്ന് മതമർദ്ദനം കടന്നു വന്നപ്പോൾ ബാക്കി എല്ലാവരും അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി ഒളിച്ചോടി. അതിൽ 2 പേരെ പിടിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ മർത്ത അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പിൻ്റെ സന്ദേശങ്ങൾ ഈ 2 അറസ്റ്റ് ചെയ്യപ്പെട്ട സെമിനാരിക്കാർക്കും എത്തിച്ചു കൊടുക്കുന്നത് വിശുദ്ധ മർത്തായായിരുന്നു. എന്നാൽ അതിനുശേഷം വിശുദ്ധ മർത്ത അവർക്ക് വേണ്ട അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക, ഇതെല്ലാം അവർ ജയിലിലായിരുന്നെങ്കിലും അവരെ സഹായിക്കുവാൻ വിശുദ്ധ മർത്ത മുന്നോട്ട് വന്നു. എന്നാൽ വിചാരണ കോടതി ഈ 2 സെമിനാരി വിദ്യാർത്ഥികളെയും വധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ധീര വനിത വിശുദ്ധ മാർത്ത അവരോടൊപ്പം അവരെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരോടൊപ്പം ചേർന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ശത്രുക്കൾ പട്ടാളക്കാർ ചോദിച്ചു, നീ എന്തിന് ഇവരോടൊപ്പം കൂടുന്നു? അപ്പോൾ വിശുദ്ധ മാർത്ത ഉറക്കെ പറഞ്ഞു, ഞാനും അവരോടൊപ്പം മരിക്കാൻ തയ്യാറാണ്. അവളെ ഒരു വിചാരണ കോടതിയെ ഒന്നും കൊണ്ടുപോയില്ല. ആ ഒരൊറ്റ വാക്കാൽ തന്നെ ഈ സെമിനാരി വിദ്യാർത്ഥികളോടൊപ്പം വിശുദ്ധ മർത്തായും കൊല്ലപ്പെട്ടു, രക്തസാക്ഷിണിയായി തീർന്നു. എന്തൊരു അത്ഭുതകരമായ കാര്യം! ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ലൂസിയായുടെയും ജീവിതം. വളരെ മനോഹരമായ കഥയാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. വിശുദ്ധ ലൂസി 1815 ജനിച്ചത്. അവളുടെ പിതാവ് ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു. എന്നാൽ മിഷനറിമാരുടെ, ഏറെ പ്രത്യേകിച്ച് ഫാദർ മത്തയോ റിച്ചി അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈശോസഭ വൈദികൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാണ്. 12ാമത്തെ വയസ്സിൽ, അപ്പം നല്ല ഒരു കത്തോലിക്ക അന്തരീക്ഷം ആ കുടുംബത്തിലുണ്ടായിരുന്നു. 12ാമത്തെ വയസ്സിൽ വിശുദ്ധ ലൂസി തൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. അവൾ ആ ഈശോയ്ക്ക് സമർപ്പിച്ചു എന്ന് മാത്രമല്ല, സുവിശേഷം പ്രഘോഷിക്കുകയാണ് വിശുദ്ധ ചെയ്യുക. തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നത്ര ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെല്ലാം സുവിശേഷം പഠിപ്പിക്കുക, ഈശോയെ പറഞ്ഞു കൊടുക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുകയാണ് അവൾ. അപ്പോൾ അവൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ, അവൾക്ക് ജീവിക്കുവാനുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടി അവിടെയുള്ള സഭാ അധികാരികൾ തീരുമാനിച്ചു. കാരണം വീടുകൾ തോറും നടന്ന് വിശുദ്ധ ലൂസി സുവിശേഷം പ്രസംഗിക്കുക. അവൾ വിശുദ്ധ ലൂസി പറഞ്ഞു, ഈശോ എന്നോട് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവാൻ പോകുമ്പോൾ ഭാണ്ഡം എടുക്കരുത്, പണം സൂക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ നിങ്ങൾക്ക് നൽകും. ഒരു ശിഷ്യന് ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഭയമോ എനിക്കില്ല, എനിക്ക് യാതൊരു പ്രതിഫലവും ആവശ്യമില്ല. എത്രയോ ശക്തമാണ് ആ വാക്കുകളെന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. സുവിശേഷം പ്രസംഗിക്കുന്നു, എന്നാൽ എനിക്കൊന്നും വേണ്ട, ഞാൻ ജീവിച്ചു കൊള്ളാം എന്നവർ പറയുകയാണ്. അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു വിശുദ്ധ ലൂസി നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും നടന്ന് സുവിശേഷം പ്രസംഗിച്ചു. വളരെ നല്ലൊരു മതാധ്യാപികയായി. സഭാധികാരികൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മതബോധനം നൽകുന്നതിന് പ്രത്യേകമായിട്ട് നിയോഗിച്ചു. അവിടെ ഒരു ദിവസം വിശുദ്ധ ലൂസി ജപമാല ഒരു സഹോദരൻ്റെ, ക്രിസ്ത്യാനിയുടെ മകളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനകൾ തീർന്നു, ഇനി ഞാൻ ആര് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിച്ച വ്യക്തിയുടെ പക്കലേക്ക് പോവുകയാണ്. ആ ജപമാല ഏൽപ്പിച്ചു. അതിനുശേഷം സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ പട്ടാളക്കാർ 4 പേരെ വധിച്ചതിന് ശേഷം തിരിച്ചു വരികയായിരുന്നു. ലൂസിയെ അവർ കണ്ടുമുട്ടി. ലൂസിയെ അപ്പോൾ തന്നെ പിടിച്ച് അവർ വധക്കളത്തിലേക്ക് കൊണ്ടുപോവുകയും വിശുദ്ധ ലൂസിയെ കഴുത്ത് ഛേദിച്ച് ശിരസ് ഛേദിച്ച്
അവളെ വധിച്ചു, രക്തസാക്ഷിണിയായി തീർന്നു വിശുദ്ധ ലൂസി. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ബുദ്ധമത സന്യാസിയുടെ മകളായിരുന്നു വിശുദ്ധ ലൂസി. സിച്ചുവാൻ പ്രൊവിൻസിൽ ഡിസംബർ 9, 1815 വിശുദ്ധ ലൂസി ജനിക്കുന്നത്. 12-ാം വയസ്സിൽ തന്നെ അവൾ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് കന്യാത്വം നേർന്നിരുന്നു. 20-ാമത്തെ വയസ്സിൽ അസുഖബാധിതയാവുകയും തുടർന്ന് രോഗത്തെ അതിജീവിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് കൂടുതൽ അർപ്പിതയാവുകയും ചെയ്തു. കോൺവെന്റിലെ വിദ്യാർത്ഥികൾക്ക് മതബോധനം നൽകിയും ഒപ്പം തുന്നൽ ജോലി ചെയ്ത് കുടുംബം നോക്കിയും വിശുദ്ധ മറ്റുള്ളവർക്ക് മാതൃകയായി. മതബോധനം നൽകി തിരിച്ചുവരവേ വിശുദ്ധ സൈന്യത്തിൻ്റെ കൈകളിൽ പെടുകയും പടയാളികൾ അവരെ ജയിലിലടയ്ക്കുകയും ചെയ്തു. തുടർന്ന് വിചാരണ കൂടാതെ വിശുദ്ധയുടെ ശിരസ് ഛേദിക്കുകയുമാണുണ്ടായത്. വിശുദ്ധ മർത്തായും വിശുദ്ധ ലൂസിയും നമ്മുടെ മുൻപിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. 1858-ലും 61-ലൊക്കെ നടന്ന മതമർദ്ദനം, ഗുഷു പ്രോവിൻസ് നടന്ന മതമർദ്ദനം, ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. ഈ രണ്ടുപേരെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 ഒക്ടോബർ 1 വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു, രക്തസാക്ഷികളെ. അവർ നൽകുന്ന വലിയ ഒരു സന്ദേശം നമുക്കുണ്ട്. ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? അഭിമാനിക്കുന്നവൻ കുരിശിൽ അഭിമാനിക്കട്ടെ. വലിയ വെല്ലുവിളിയാണ് ഓരോ രക്തസാക്ഷിയും നമുക്ക് നൽകുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു രക്തസാക്ഷിയായി തീരുവാൻ നമുക്ക് എത്ര ധൈര്യമുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതമാണ് സുവിശേഷമെന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, സഹാനുഭൂതിയോടെ മറ്റുള്ളവരുടെ ഇടപഴകൽ, സത്യസന്ധതയോടുകൂടെയുള്ള ജീവിതം, ഇതെല്ലാം ഇന്ന് രക്തസാക്ഷിത്വം തന്നെയാണ്. ഒരു ഉത്തമ ക്രൈസ്തവ വിശ്വാസിക്ക് മാത്രമേ ഒരു രക്തസാക്ഷിയായി തീരുവാൻ സാധിക്കൂ. മരണം മുമ്പിലേക്ക് വരുമ്പോൾ ഒളിച്ചോടുകയല്ല അവരാരും ചെയ്തത്. അവരെല്ലാം ധീരതയോടുകൂടി മരണത്തെ നേരിട്ടു. നമ്മുടെ അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിന് എത്രയോ അവസരമുണ്ട്. രക്തം ചിന്തുന്നുണ്ടാവില്ല, പക്ഷേ കുടുംബജീവിതത്തിലൊന്ന് ക്ഷമിക്കുന്നതിന് സഹോദരങ്ങളോട്, കുടുംബ ബന്ധങ്ങളിലുള്ളവരോട്, ജീവിത പങ്കാളിയോട് ഞാൻ അവരുടെ വാക്കുകൾ ഒന്ന് ക്ഷമിക്കുമ്പോൾ അത് രക്തസാക്ഷിത്വമാണ്. ഒരു ചെറിയ സഹായം ആവശ്യമായിട്ടുള്ള വരുന്ന അവസരത്തിൽ മുഖം തിരിക്കാതെ അവരെ സഹായിക്കുമ്പോൾ അത് രക്തസാക്ഷിത്വമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ സ്നേഹപൂർവ്വം മറന്നു കളയുന്നത് രക്തസാക്ഷിത്വമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധരെ ഓർക്കുമ്പോൾ മാവോങ്, ക്യുങ്വാൻസൻ പ്രൊവിൻസുകളിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. വിശുദ്ധ മർത്ത, വിശുദ്ധ ലൂസി നമ്മൾക്ക് മുമ്പിൽ സാക്ഷികളായിട്ട് നിൽക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ രക്തസാക്ഷികളാകാനുള്ള ധൈര്യം, കരുത്ത്, ശക്തി നൽകണമേ എന്ന് നമുക്ക് ഇവരോട് പ്രാർത്ഥിക്കാം. ചൈനയിലുള്ള രക്തസാക്ഷികളെ നമുക്ക് ഓർക്കാം. അവിടെ ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്. ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുവാൻ അവർക്കിന്ന് അനുവാദമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജപമാല ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിലെ രക്തസാക്ഷികളായി തീർന്നുകൊണ്ട് നമുക്ക് ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ പീഠയും നമുക്ക് ചൈനയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നമുക്കും അവരോടൊപ്പം പങ്കുകാരാകാം. അപ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹം നൽകും. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, ചൈനയിൽ മതസ്വാതന്ത്ര്യം നൽകണമേ എന്ന്. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം, രക്തസാക്ഷിത്വം, ക്രിസ്തുമാർഗ ചരിച്ചോരനേകർ, നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ
സാക്ഷിത്വം ഹൃദയെ ഭരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.